അതൊക്കെ അമ്മോ, ഇതിലൊക്കെ കയറണമെങ്കിൽ അത്രയും ധൈര്യം വേണം കേട്ടോ. കയറണവരെ സമ്മതിക്കണം. ഞാൻ കാണിച്ചതരേ. അതുകൊണ്ട് മറ്റേതിൻ്റെക്കാനും ഡേഞ്ചർ ആട്ടോ ഈ ഒരു സാധനത്തിൽ കയറുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരൂരാണ് കേട്ടോ. മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുന്ന കുറച്ച് പേര് പറയുന്നത് കേട്ടു, അങ്ങനെ വന്നതാണ്. ഇന്നിവിടെ അവസാനത്തെ ദിവസമാണ് ഈ ഒരു പുതിയങ്ങാടി. ഇപ്രാവശ്യത്തെ പുതിയങ്ങാടി നേർച്ചയുടെ ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ഇനി കുറച്ച് പോകാനുള്ളൂ. കുറേ സ്ഥലത്തുനിന്ന്, ഒരുപാട് സ്ഥലത്തുനിന്ന് ഇന്ന് ടീമുകൾ വരാനുണ്ട്. സോ എന്തായാലും നമുക്ക് പോയേക്കാം. ഓക്കെ, അതേ ദിവസം നമ്മളിത് ഇവിടെ തിരൂരിൽ വന്ന് ഇറങ്ങിയിട്ടാണ്. ഇനി ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ നമുക്ക് പുതിയങ്ങാടിയിലേക്ക് കേട്ടോ. ഓക്കെ, അങ്ങോട്ട് പോവാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരൂർ സെൻറ്ററിലാണ്. ഇവിടെ ബസ് സ്റ്റോപ്പിനാണ്ട് പോകാനാണ്. കാരണം ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് പുതിയങ്ങാടിക്ക്. അപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോകാച്ചില്ല. പുതിയങ്ങാടി എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ജനങ്ങളാണ്. പരിപാടിയൊക്കെ ഇവിടേക്ക് എത്തണമെങ്കിൽ ടൈം പിടിക്കുന്നുണ്ടാവും. എത്ര മണിയാവുമോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ നടന്ന് വന്ന് ഇപ്പോൾ നമ്മൾ എക്സ്പോ ഉണ്ടല്ലോ അവിടെ എത്തിയിട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ല സൗണ്ട് കേൾക്കാണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതൊക്കെ അമ്മോ, ഇതിലൊക്കെ കയറണമെങ്കിൽ അത്രയും ധൈര്യം വേണം കേട്ടോ. കയറണവരെ സമ്മതിക്കണം. ഞാൻ കാണിച്ചു തരാം. 360 ഡിഗ്രി അത് കറങ്ങിടും. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ്. എന്തായാലും അവിടുന്ന് അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിൽ കയറാനുള്ള ധൈര്യമില്ല. ഞാനിപ്പോൾ മറ്റേ തന്നെ കയറിയിട്ട് ആകെ പേടിച്ചുള്ള ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൽ. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും അവസ്ഥ? ഞാനത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഇവിടെ നമ്മുടെ പുതിയങ്ങാടി വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് നോക്കിയേ, അതിലൊക്കെ അതുകൊണ്ട് മറ്റേതിൻ്റെക്കാനും ഡേഞ്ചർ ആട്ടോ ഈ ഒരു സാധനത്തിൽ കയറുന്നത്. കാരണം അത് സേഫാന്നല്ല പറയുന്നത്. അതിൽ ആ ഒരു ഗ്രില്ലെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് നേരെ തെറിച്ച് പോയി. ഇതിലൊരു പ്രാവശ്യം കയറിയ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ. അതിന് ശേഷം ഈ ജന്മത്തിൽ കയറില്ല എന്ന് വിചാരിച്ചൊരു സാധനമാണ് ഇത് എന്താ പറയുക, തോണിയോ അല്ലേ? ഇത് സ്റ്റാർട്ടായിട്ടോ. ഞാനൊന്ന് പാസ്സായതിനു ശേഷം കാണിച്ചു തരാം. ഓക്കെ,
എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഇതാ പോലീസ് ഓഫീസേഴ്സ് അങ്ങോട്ടുള്ള നമ്മുടെ ആ ഒരു പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്കുള്ള റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങോട്ട് ഇനി ഒരുപാട് വണ്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബ്ലോക്കാവും. ഓക്കെ ഗൈസ്, അങ്ങനത്തെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മൾക്കിനി ഞാൻ ഇന്ന് വീട്ടിൽ പോയി നമുക്കെന്നാ പറയുന്നത്, ഞാൻ നേരെ വീട്ടിൽ പോവുകയാണ്. സോ എന്തായാലും അടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം. ഓക്കെ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ബൈ എന്നാ. കൊട്ടോല് വെച്ചിട്ട് കാണാം കേട്ടോ.